ഇന്ന് പകൽ വെളിച്ചത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി വരികയാണ്. എന്ന് മാത്രമല്ല, ആദിവാസികളൊക്കെ വനമേഖലകളിൽ പോയി ഈ വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന പാവങ്ങളാണ്. അവർക്ക് തന്നെ ജീവഹാനി സംഭവിക്കുകയാണ്. അവരെ ആക്രമിക്കപ്പെടുകയാണ്. ഈ വനങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് നേരെ ആക്രമണം വരികയാണ് വന്യമൃഗങ്ങളുടെ. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ, വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണം. കേരളത്തിലെ വനം വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. മരണപ്പെട്ടു പോയവർക്ക് ആശ്വാസ നടപടികൾ സ്വീകരിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കർഷക സംഘം ശക്തമായൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഈ നിലപാട് കേരളത്തിലെ BJP ഗവൺമെൻറ് അവർ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഉപദേശിക്കണം. കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം, ആശ്വാസം കൊടുക്കണം. വനമേഖല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ വനമേഖലയിൽ ജീവഹാനി സംഭവിച്ചവർക്ക് അവരുടെ നഷ്ടപരിഹാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് രൂപം കൊടുക്കാൻ കർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്ത കർഷക സംഘടനകളുടെ ഏകോപന സമിതിയുണ്ട്. അവരുടെ യോഗം ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന ഇതൊരു വലിയ ഗൗരവമേറിയ പ്രശ്നമാണ്. ജീവഹാനി സംഭവിക്കുക, വന്യമൃഗങ്ങൾ ആക്രമിക്കുക, സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുക. ഇതിന് പരിഹാരമുണ്ടാകണം. ആനയ്ക്ക് വനമേഖലകളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരു പരിധിവരെ ഉണ്ടാകണം. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുത്. ഈ പല ഘട്ടങ്ങളിലും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുക. ഇപ്പോൾ മുമ്പ് ആറളത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടായിരുന്നു. ആന അപ്പുറത്തെ കരയിൽ വെള്ളം കുടിക്കാൻ വന്നാൽ ഇപ്പുറത്തുനിന്ന് കവണയെടുത്ത് കുട്ടികൾ ആനക്ക് നേരെ ഈ കവണയിൽ കല്ല് വെച്ചടിക്കും. അത് ആനയെ പ്രകോപിപ്പിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാകാതെ വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രത്യക്ഷപ്പെട്ടാൽ ചില പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുണ്ടാകുന്നു. അപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ളവർ ഇത് മനസ്സിലാക്കി ഇന്ന സ്ഥലത്ത് വന്യമൃഗമുണ്ട്, കാട്ടാനയുണ്ട്, കാട്ടുപോത്തുണ്ട്, പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവർ കൂടി കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ജനങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മ ഈ രംഗത്ത് വളർത്തിയെടുക്കണം. ഇത് ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. നിയമപരമായ നടപടികളിലൂടെയും ആവശ്യമായ തയ്യാറെടുപ്പുകളിലൂടെയും മാത്രമേ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. തീർച്ചയായും ശാശ്വതമായ പരിഹാരമുണ്ടാകണം. ആനക്കൂട്ടം തന്നെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിലെ മലമ്പുഴക്കടുത്ത് അവിടെ ഉണ്ടായിട്ടുള്ളത് ആന നാട്ടിലേക്ക് ഇറങ്ങുകയാണ്, പട്ടണത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ മഞ്ചേരിയിൽ ആന ഇറങ്ങുകയാണ്. കാട്ടുമൃഗങ്ങൾ പട്ടണങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ആനക്കൂട്ടങ്ങൾ തന്നെ പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. ആനക്കൂട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഭയപ്പാടും ജനങ്ങളിൽ ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നല്ലൊരു ഭാഗം മലയോര മേഖലയാണ്. ആ മലയോര മേഖലയിലെ കാർഷിക വിളവുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കൃഷിക്കാരിൽ ഭയവും ഉണ്ടാക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണാൻ കഴിയണം. അടിയന്തര നടപടി സ്വീകരിക്കണം. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അതീവ ജാഗ്രതയോടുകൂടി രാപ്പകലില്ലാതെ ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അതാത് പ്രദേശങ്ങളിലെ കൃഷിക്കാരെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ശാസ്ത്രീയമായൊരു നിലപാട് ഈ കാര്യത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് അതിനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ, അതുപോലെ തന്നെ കർഷകരുടെ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.